മാ അക്കല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖുവാനിൻ. ഹബീബായ നബി ജീവിതത്തിൽ തീൻമേശയിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒരു തീൻമേശയിൽ നബി ഭക്ഷണം കഴിച്ചിട്ടില്ല, ജീവിതത്തിലില്ല. ഇല്ല. ഒരു തീൻമേശയിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചിട്ടില്ല. ആരാ പറയുന്നത്? തന്റെ ജീവിതത്തിൽ തന്റെ ഖാദിമായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അനസ് പറഞ്ഞ അതിന് വിലണ്ട്. അനസ് പറയുന്നത് ഏത് സഹാബി പറഞ്ഞാലും വിലണ്ട്. പക്ഷെ അനസിന് പ്രത്യേകിച്ചും അറിയാം. എന്തുകൊണ്ട്? അനസ് രാമപകൽ നബിന്റെ കൂടെയാണ്. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന അന്ന് മുതൽ മരിക്കുന്നത് റസൂലുള്ളാഹിന്റെ കൂടെയുള്ള ആളാണ്. ആര്? അനസ്. എപ്പോഴും നബിയുടെ കൂടെയാണ്, എന്നും നബിയുടെ കൂടെയാണ്. വരുമ്പോൾ 10 വയസ്സാ അനസിന്, നബി മരിക്കുമ്പോൾ 20 വയസ്സാ അനസിന് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ഹബീബായ നബി ജീവിതത്തിൽ തീൻമേശയിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒരു ഒറ്റപാത്രത്തിൽ ഭക്ഷണം എടുത്തും കഴിച്ചിട്ടില്ല. തളികയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊട്ടും, അതിന് 1 2 പേരുള്ള നബിയും കഴിക്കും. അതന്നെ. വേറിട്ടൊരു പാത്രത്തിൽ നബി ജീവിതത്തിൽ ഭക്ഷണം കഴിച്ചില്ല. ഒരു പിഞ്ഞാണം, നബിക്കൊരു പിഞ്ഞാണം. മനസ്സിലായോ പറഞ്ഞത്? തളികയിൽ ഭക്ഷണം കഴിക്കുക, എല്ലാവരും ഇരിക്കും, കുറച്ചേ ഉണ്ടാവുള്ളൂ, എന്ന് നബിക്ക് കിട്ടും. അല്ലാതെ റസൂലുള്ളാഹിക്ക് വേറിട്ട് ഞങ്ങളൊരു ഭക്ഷണത്തിൽ കൊടുത്തിട്ടില്ല, നബി കഴിച്ചിട്ടില്ല. ഒരു വേറിട്ടൊരു പാത്രത്തിൽ ഒരു പിഞ്ഞാണം. സുഖറുജത്ത് എന്ന് പറഞ്ഞാൽ ഒരു പിഞ്ഞാണത്തിൽ, നബിക്കൊറ്റക്ക് ഒരു പിഞ്ഞാണത്തിൽ വെച്ചു കൊടുത്തേ കൂട്ടത്തിൽ തിന്നാൻ നബിക്കൊന്നും ആവൂല. അപ്പൊ നബിക്ക് വേറൊരു പാത്രത്തിലാക്കി ഒന്ന് കുറച്ച് കരച്ചും പൊരിച്ചൊക്കെ ഇല്ല. നബി ഉസ്താദല്ലേ, സദാ പിന്നെ സാധാരണക്കാരെ ഭക്ഷണം കഴിക്കാൻ പാടില്ലല്ലോ. അങ്ങനെയോ ഒരു വേറെ പാത്രത്തിൽ അങ്ങനെ ഉണ്ടായില്ല. എന്നൊക്കെ പറഞ്ഞ മനസ്സിലായോ? സദാമ വേറൊരു പാത്രം, വേറെ കുറച്ച് ഒന്ന് തുണിക്കൽ കൂടുതൽ, ഒന്ന് എണ്ണയും മൂക്കൊക്കെ കുറച്ചേറെ, ആട്ടിറച്ചിക്കൊന്ന് പ്രത്യേകിച്ച്. അങ്ങനെ നബി ഞങ്ങൾ കൊടുത്തിട്ടില്ല, നബി കഴിച്ചിട്ടില്ല. ഒരു വേറിട്ടൊരു പാത്രം, അതാർക്കും അത് നബിക്കുള്ള ആ വേറൊരു പാത്രം ഞാൻ കൊടുത്തിട്ടില്ല, കഴിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ഒരു തീൻമേശയിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല. വലാഫി സുഖറുജത്തിന്, ഒരു പിഞ്ഞാണത്തിൽ ഒറ്റക്കെടുത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കിസ്റ ചക്രവർത്തിക്ക് കത്തയച്ചു മുഹമ്മദ് മുസ്തഫ. അവസാനത്തെ കിസ്റ ചക്രവർത്തിയാണ് യസ്ദഗിർദ്. യസ്ദഗിർദിന് ഭക്ഷണം കഴിക്കൽ ഒറ്റക്ക കഴിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയോ? അനേക പെണ്ണുങ്ങൾ പാട്ടുപാടി ഡാൻസ് ചെയ്യണം, അപ്പോഴേ ഇയാൾ ഭക്ഷണം കഴിക്കുള്ളൂ. മനസ്സിലായില്ലേ പറഞ്ഞത്? കിസ്റയും കൈസറും ഒക്കെ അക്കാലത്ത് ഭക്ഷണം കഴിക്കണമെങ്കിൽ പെണ്ണുങ്ങൾ ചുറ്റും ഡാൻസ് ചെയ്യണം, അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കുക. സ്വർണത്തിന്റെ തളികയിൽ. മനസ്സിലായി പറഞ്ഞത്? അവസാനം അയാൾ ചൈനയിലേക്ക് പേടിച്ചോടി. അബൂബൈദ ഷാമിലേക്ക് ചെന്നപ്പോൾ യസ്ദഗിർദും ആളുകളും യസ്ദഗിർദും ചൈനയിലേക്ക് പേടിച്ചോടി. ചൈനയിൽ ചെന്നപ്പോൾ യസ്ദഗിർദിന് ഭക്ഷണം ഇറങ്ങിയില്ല. എന്തുകൊണ്ട്? നൂറുകണക്കിന് പെണ്ണുങ്ങള് നൃത്തം ചവിട്ടി പാട്ട് പാടുന്ന മധ്യത്തിലെ രാജാവിന് ഭക്ഷണം ഇറങ്ങുള്ളൂ. പേടിച്ചോടി അഭയം തേടിച്ചെന്ന ആൾക്ക് ആരാ ഡാൻസ് ചെയ്ത് കൊടുക്കണം? മനസ്സിലായോ? ചൈനയിൽ അഭയാർത്ഥിയായ അവസാനത്തെ കിസ്റയായ യസ്ദഗിർദിന് പിന്നെ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. എന്റെ നൂറുകണക്കിന് പെണ്ണുങ്ങള് അതിസുന്ദരിമാര് ഡാൻസ് ചെയ്ത നടുവിലെ രാജാവ് ഭക്ഷണം കഴിക്കുള്ളൂ. സ്വർണത്തിന് തളികയിൽ അങ്ങനെ തന്നെ കിട്ടണം. സാധാരണ പിഞ്ഞാണൊന്നും പറ്റൂല. ഇത് സാധാരണ പിഞ്ഞാണത്തിന് തിന്നിട്ടില്ല ഈ മനുഷ്യൻ. എന്താ പറ്റിക്കണേ? എന്ത് പറഞ്ഞിട്ട്? ഇത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയതാ സ്വർഗം. ജനങ്ങൾ വാങ്ങി പോക്കറ്റിലിടാൻ. അപ്പോ നമ്മളെ കുറച്ച് മലപ്പുറത്തും കോഴിക്കോട്ടും അവിടെയും ഇവിടെയും കൊല്ലത്തും തിരുവനന്തപുരത്തൊക്കെ ഉള്ള പുതിയ നമ്മളെ ചെറുപ്പക്കാരികളും അങ്ങനെ ആയിരിക്കാം. സ്വർഗം എങ്ങനെ ഉണ്ടാവുക? ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഈ ഭൂമിയും ഈ ഊട്ടിയും കൊടൈക്കനാലും ഒക്കെ ഉണ്ടാക്കാനല്ലാതെ അതിന്റെ അപ്പുറം ഒന്നും ഉണ്ടാക്കാൻ പഠിച്ചോന്ന് കഴിയൂല എന്നാണ് അവർ മനസ്സിലാക്കിയത്. അവർ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും പറ്റിയ ഒരു ഉഷാറുള്ള ഒരു അല്ല.
നമ്മളെപ്പോലെയല്ല, കുറച്ചും കൂടിയൊക്കെ ലീഗും കോൺഗ്രസും പോലെ. ലീഗിനേക്കാൾ കുറച്ചും കൂടി ആളുണ്ട് കോൺഗ്രസിൽ. അപ്പോൾ അവര് മനസ്സിലാക്കുന്ന അത്രയേ ഉള്ളൂ, ലീഗും കോൺഗ്രസും പോലെ. അവരല്ലാതെ മനസ്സിലാക്കണമെന്നാൽ എങ്ങനെയാ? അതൊരു ലീഗും കോൺഗ്രസും പോലെ, ഒരു CPI CPM പോലെ. CPM കുറച്ച് ചെറുതും CPM കുറച്ച് വലുതുമാണല്ലോ, ലീഗ് കുറച്ച് ചെറുതും കോൺഗ്രസ് കുറച്ച് വലുതുമാണല്ലോ. അപ്പൊ എന്നതുപോലെ അവര് വിചാരിക്കണ്ട, ഒരു പഠിച്ചവനൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് നമ്മളൊക്കെ കുറച്ചും കൂടി കഴിയും. ഒരു ഊട്ടിയൊക്കെ ഉണ്ടാക്കാനൊക്കെ പഠിച്ചവന് കഴിയും, ഒരു മൈസൂരൊക്കെ ഉണ്ടാക്കാൻ കഴിയും, ഒരു സ്വിറ്റ്സർലൻഡൊക്കെ ഉണ്ടാക്കാൻ കഴിയും, അതൊക്കെ കഴിയും. അതിന്റെ അപ്പുറമൊക്കെ എന്ത് കഴിയും? അങ്ങനെ ഒരു സ്വർഗം ഇവര് ഭാവനയിലില്ല. പിന്നെ ഇവർക്ക് എന്തോ അത് മുഹമ്മദ് ചതിക്കാൻ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ ചതിക്കാനാ പറഞ്ഞത്. എന്തേ ചതി കേട്ടോ? ഒരു തിന്മേശയിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല, തനിക്ക് മാത്രം ഒരു ബൗളിൽ എടുത്തിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. വലാ ഖുബിസ ലഹും മുറക്കഖുൻ, ഒരു നേർമപ്പത്രി നബിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടില്ല. നേർമപ്പത്രി നബിക്ക് കഴിക്കാൻ നേർമപ്പത്രി ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. മനസ്സിലായില്ലേ? ഒരു വലാ ഖുബിസ ലഹും മുറക്കഖ് നേർമയാക്കിയത്. ഒന്നും കൂടിയൊക്കെ തെള്ളി ഉമിയൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി, ഒന്നും കൂടിയൊക്കെ ഒന്ന് തെള്ളി ഉഷാറാക്കി ആ ചൊറുക്കില് ഒരു പത്രി നബിക്ക് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. നബി ഒന്നിട്ടില്ല, കഴിച്ചിട്ടില്ല, കിട്ടിയിട്ടില്ല. ആരാള് ഈ സ്വർഗം പറയിൽ നിർത്തിയാല് പരലോകത്ത് സ്വർഗമുണ്ടാവും, നരകമുണ്ടാവും, അല്ലാഹു ഏകനാണെന്ന് പോലെയുള്ള കാര്യങ്ങൾ നിർത്തിയാൽ ഞങ്ങൾ അധികാരവും തരാം, ഞങ്ങൾ സമ്പത്തും തരാം, പെണ്ണുങ്ങളെയും തരാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് വിളിച്ചിട്ട് എനിക്കതെന്തിനാണ് എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറിയ മുഹമ്മദ് മുസ്തഫ. എനിക്കത് വേണ്ടല്ലോ എന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക്, ആനബിയെ പറ്റിയ യുക്തിവാദികൾ ഇന്ന് പറയുന്നത്. ചിന്തിക്ക്. എന്താ സമീത്ത് എന്ന വാക്കിന്റെ അർത്ഥം? സമീത്ത് എന്ന് പറഞ്ഞാല് ആടിനെ തിളച്ച വെള്ളത്തിലിട്ടിട്ട് എന്ത് ചെയ്യാന്നറിയോ? രോമം നീക്കിക്കളയാം, എന്നിട്ട് പ്രത്യേകമായി ചുട്ടെടുക്കുക. മനസ്സിലായില്ല? ആടിനൊന്ന് പുഴുങ്ങ, എന്നിട്ട് എന്ത് ചെയ്യാ? രോമം കളയാ. എന്നിട്ടത് പ്രത്യേകമായി ചുട്ടെടുക്കുക. അൽഫാമിന്റെ മന്തി അങ്ങനത്തെ ഭക്ഷണം നബി ജീവിതത്തിൽ കണ്ടിട്ടില്ല. മനസ്സിലായോ? നമ്മൾ അതല്ലാതൊന്നും കണ്ടിട്ടില്ല. നമ്മൾ ഇന്ന് കഴിക്കുന്നൊരു മന്തി എന്ന ഭക്ഷണം നബി പറ ഇതൊക്കെയാണല്ലോ മന്തി, ആടിന്റെ രോമൊക്കെ കളഞ്ഞ്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഒരു ഉന്നതമായ ഭക്ഷണം, അഖിലുർ റഫാഹിയ, പൈസക്കാരൊക്കെ കഴിക്കുന്ന ഭക്ഷണം. ഇപ്പൊ എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം, കാരണം ഇപ്പൊ എല്ലാവരും പൈസക്കാരാണ്. പണ്ട് കാലത്ത് പ്രഭുക്കൾ കഴിച്ചിരുന്ന ഭക്ഷണം, ഭേദപ്പെട്ട ഒരു കല്യാണങ്ങൾക്കൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണം, മേത്തരം ഭക്ഷണം. ഇന്ന് നമ്മളൊക്കെ നബിയെ വിമർശിക്കുന്ന ഇവരെല്ലാം കഴിക്കുന്ന ഭക്ഷണം, നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണം തിളപ്പിച്ച് രോമം കളഞ്ഞ് പ്രത്യേകമായി ചുട്ടെടുത്ത ഷാത്തുൻ സമയത്ത് എന്ന സാധനം തിന്നിട്ടില്ല എന്നല്ല, ജീവിതത്തിൽ നബി കണ്ടിട്ടില്ല. അങ്ങനത്തെ ഭക്ഷണം നബി കണ്ടിട്ടില്ല. നബി ജീവിതത്തിൽ അങ്ങനത്തെ ഭക്ഷണം കണ്ടിട്ടില്ല. മുഹമ്മദ് മുസ്തഫ കടന്നുറങ്ങിയിരുന്ന വിരിപ്പെന്താ? ഇനി നബിയുടെ കട്ടില് ലോകം കണ്ട വലിയ വലിയ ധനാഢ്യന്മാരുടെ ഒക്കെ കട്ടിൽ ഇപ്പോഴും ഉണ്ട്. വലിയ വലിയ കട്ടിലുകൾ, വലിയ വലിയ മെത്തകൾ. ഇങ്ങോട്ട് നോക്ക്. പുണ്യ റസൂൽ കിടന്നുറങ്ങിയിരുന്നത് എന്തുമല്ലേ ഉറങ്ങിയിരുന്നത്? ഹബീബായ റസൂൽ കിടന്നുറങ്ങിയത് ഉള്ളിൽ ഉണക്കപ്പുല്ല് വെച്ച ഒരു തോലായിരുന്നു. ഒരു തോലിന്റെ പുറത്താ നബി ഉറങ്ങുക. അതിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഉണക്കപ്പുല്ല്.
മനസ്സിലായില്ല. ഒരു തോലിന്റെ മുകളിലാ നബി കടന്നുറങ്ങുക. ആ തോലിന്റെ അടിഭാഗത്ത് എന്ത് വെക്കും? ഉണക്കപ്പുല്ല്. ആ ഉണക്കപ്പുല്ല് തോലിന്റെ ഉള്ളിലിടും. അതിന്റെ പുറത്ത് നബി കടന്നുറങ്ങും. ചിലപ്പോൾ ഹബീബായ നബി ഉറങ്ങിയിരുന്ന് നോക്കി നിങ്ങൾ. അഥവാ ഇന്ന് നമ്മൾ കിടക്കുന്ന ഒരു മെത്തയിൽ നബി ഉറങ്ങിയിട്ടില്ല. മനസ്സിലായില്ലോ? ചിന്തിക്ക്. എത്ര അനുയായികൾ, 1.25 ലക്ഷം. സൗകര്യങ്ങൾ എന്തുണ്ടാക്ക. പ്രഭുക്കൾ ആ കൂട്ടത്തിലുണ്ട്, പ്രഭുകുമാരന്മാരുണ്ട്, എല്ലാവരുമുണ്ട്. എന്തുവാ. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പോലും ഇന്ന് നമ്മൾ കിടക്കുന്ന വിധത്തിലോ അന്നത്തെ എത്തരം ആളുകൾ കിടക്കുന്ന വിധത്തിലോ ഉള്ള ഒരു ബെഡിൽ നബി കടന്നിട്ടില്ല. ഒരു തോല്, ഒരു മൃഗത്തിന്റെ തോല്, അതിന്റെ ഉള്ളിൽ ഞങ്ങൾ ഉണക്കപ്പുല്ലിട്ട് വെക്കും. ഇമ്മ കിടക്കും. അഹ്യാനൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലപ്പോഴോ ഇതൊരവസ്ഥ. ചിലപ്പോ ഈ തോൽമ കിടക്കും. ആ തോലിന്റെ ഉള്ളിൽ എന്താ? പറടോ, ഉണക്കപ്പുല്ല്, അങ്ങനെ കിടക്കും. ചിലപ്പോഴോ ഹബീബായ റസൂലുള്ളാഹിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബിയുടെ കിടക്കാന്ന് പറഞ്ഞാൽ എന്താണത്? കിടന്നിരുന്നത് എന്താണ്? ഒരു മിസ്ഹ്, ഒരു പരിക്കൻ തുണി. അതിന്മേലാ നബി കിടക്കുക. ഞങ്ങൾ ആ പരിക്കൻ തുണിയെ 2 മടക്കും. എന്നിട്ട് നബി കിടക്കും. ഉണക്കപ്പുല്ലിന്റെ മേലെ തോല് വെച്ച് കിടക്കുന്ന ഒരവസ്ഥ ഒന്ന്. അല്ലെങ്കിൽ ഹബീബായ നബി കിടന്നിരുന്നത് ഒരു പരിക്കൻ തുണി. ആ പരിക്കൻ തുണി ഞങ്ങൾ എന്താക്കും? 2 മടക്കും. അതിന്റെ മേലെ നബി കിടക്കും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പരിക്കൻ തുണി. ഒരു രാത്രി ഞങ്ങൾ അത് 4 മടക്കി. അപ്പോൾ കുറച്ച് കട്ടിണ്ടായി. മനസ്സിലായില്ല. ഒന്നിങ്ങനെ 2 മടക്കി. ഇനി വലിയ നബി കിടക്കും. ഒരിക്കൽ ഞങ്ങൾ തന്നെ ഞങ്ങൾ അതിനെ 4 മടക്കി. പ്രഭാതമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി ഞങ്ങളോടും മാ ഫറസ്തുമുലി അല്ലൈല, ആരാ ഇന്നലെ രാത്രി എനിക്ക് വിരിച്ചത് എന്ന് ചോദിച്ചു. അതേ പരിക്കൻ തുണി ഒരിക്കൽ ഞങ്ങൾ എന്താക്കി? എന്താക്കി? 4 മടക്കി. അപ്പോൾ നേരം വെളുത്തപ്പോൾ ഹബീബായ നബി ചോദിച്ചു, മൻ ഫറസ്തുമുലി, ആരാണ് നിങ്ങളിൽ ആരാണ് എനിക്ക് വേണ്ടി ഇന്നലെ വിരിച്ചത്? അല്ലയില, കഴിഞ്ഞ രാത്രി. ഞങ്ങൾ നബിയോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പഴയതുപോലെ മടക്കിയാൽ മതി, 4 ആക്കണ്ട. ഇന്നലെ ചെറിയൊരു സുഖം കൂടിയപ്പോൾ നിസ്കാരത്തിനൊരു പ്രയാസം വന്നു. അതിന്റെ ഒരു മിനിപ്പ്, അതായത് 2 മടക്കുന്നത് 4 മടക്കിയപ്പോൾ അത് മനാഅത്തിനി അസ്സല, ഇന്നലെ രാത്രി തഹജ്ജുദിന് എണീക്കാനൊക്കെ ഒരു പ്രയാസം. അതുകൊണ്ട് സുഖം കൂട്ടണ്ട, എന്ത് മതി? 2 മതി. സാധാരണ പോലെ മതി. സാധാരണ 2 മടക്കും പോലെ മതി, 4 മടക്കരുത്. അതിന്റെ മിനുമിനിപ്പ് മനാഅത്തിനി ഇന്നലെ രാത്രി നിസ്കാരത്തിന് എനിക്ക് പ്രയാസമുണ്ടാക്കി. അതുകൊണ്ട് സാധാരണ പോലെ മടക്കിയാൽ മതി. പിന്നെണ്ടോ ഒരു ബെഡ് കിടക്കുന്നത്? ഇന്ന് നമ്മളുടെ വീടുകളിലുള്ള ഒരു ബെഡിൽ നബി കിടന്നിട്ടില്ല മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് അങ്ങനത്തെ ഒരു മനുഷ്യനോട് കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്നത്. ഞാൻ പറയുന്നത് ഇത് മുസ്ലിങ്ങൾക്ക് മാത്രം ബാധ്യതയല്ല, ഉള്ള കാര്യമല്ല. ഇത്രയേറെ സത്യസന്ധനായ ഒരാളെ ഇങ്ങനെ വ്യക്തിഹത്യ നടത്താൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ ഒരു പൊതുകാര്യ പ്രസക്തന്മാർ ഒരു പൊതുകാര്യ ഹർജി കൊടുത്ത് ഇത്തരം ആളുകൾക്കെതിരെ കേസ് കൊടുക്കേണ്ടത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. എന്തുകൊണ്ട്? വലിയ മനുഷ്യർ എല്ലാവരുടേതുമാണ്. ഒരു മുസ്ലിമിൻ്റെതോ ഹിന്ദുവിൻ്റെ മാത്രമല്ല, വലിയ മനുഷ്യർ എല്ലാവരുടേതുമാണ്. ഇത് സത്യസന്ധമായ ചരിത്രമല്ലേ പുണ്യ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ജനങ്ങളിൽ നിന്ന് തൻ്റെ താല്പര്യത്തിന് വശപ്പെടുത്താൻ വേണ്ടിയിട്ട്, ജനങ്ങളിൽ നിന്ന് സമ്പത്തും സൗകര്യങ്ങളും കൈക്കലാക്കാൻ വേണ്ടി, സുഖങ്ങൾക്ക് വേണ്ടി, താല്പര്യങ്ങൾക്ക് വേണ്ടി മുഹമ്മദ് പറഞ്ഞുണ്ടാക്കിയതാണ് സ്വർഗം. പരലോകത്ത് സ്വർഗം തരാം എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിച്ചു എന്ന്. ചിലപ്പോൾ പരുപരുത്ത ഈത്തപ്പന നാര് കൊണ്ട് മടഞ്ഞ കട്ടിലും കിടക്കാറുണ്ട്. പരുപരുത്ത ഈത്തപ്പന നാര് കൊണ്ട് മടഞ്ഞ കട്ടിലും ചിലപ്പോൾ നബി കിടക്കാറുണ്ട്. അതിന്മേൽ അങ്ങനെ കിടക്കും. പിന്നെ എണീറ്റ് നോക്കിയാൽ ഇവിടെയൊക്കെ ആ കട്ടിലിന്റെ അടയാളമായിരിക്കും. ഇങ്ങനെ തിരിഞ്ഞു കിടക്കും. അങ്ങനെയല്ലേ കിടക്കുക മുത്തു മുഹമ്മദ് മുസ്തഫ. ആ കട്ടിലിന്റെ അടയാളം അങ്ങനെ തന്നെ ഉണ്ടോ? ചിലപ്പോൾ ഈത്തപ്പന ഓലയുടെ പായയിൽ കിടക്കും. അങ്ങനെ തന്നെ ഒരു വിരിപ്പില്ലാതെ അങ്ങനെ കിടക്കും. അത് അങ്ങനെ തന്നെ ഇവിടെ അടയാളപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത്. عائشة رضي الله عنها قالت لم يمتلئ جوف النبي صلى الله عليه وسلم شبعا قط. ജീവിതത്തിൽ റസൂലുള്ളാഹി വയറ് നിറച്ചതായി ഞങ്ങൾക്കറിയില്ല. ജീവിതത്തിൽ വയറ് നിറച്ചിട്ടില്ല, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല മുഹമ്മദ് മുസ്തഫ. കിട്ടാത്തോണ്ടാണോ കൊടുക്കാൻ എല്ലാവരും തയ്യാറാവും? നബിക്ക് വേണ്ട. ഇതൊന്നും നിർത്തിയാൽ വലിയ സമ്പത്ത് തരാമെന്ന് മക്കക്കാർ പറഞ്ഞിരുന്നു, വാങ്ങിയില്ല. കൊട്ടാരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിരുന്നു, വാങ്ങിയില്ല. രാജാവാക്കാമെന്ന് പറഞ്ഞിരുന്നു, സ്വീകരിച്ചില്ല. ജീവിതത്തിൽ ഒരിക്കൽ വയറ് നിറച്ച് നബി ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്നാൽ ആരോട് പറഞ്ഞിട്ടുമില്ല. ഞാൻ ഇന്നലെ തിന്നിട്ടില്ല, ആരോട് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ഒന്നുമില്ല. എപ്പോഴെങ്കിലും തന്റെ മകളോട് പറഞ്ഞൊരു സംഭവമുണ്ട്. 3 ദിവസം കഴിഞ്ഞിട്ട് ഒരു കഷ്ണം റൊട്ടിയുമായി മകൾ ചെല്ലുമ്പോൾ റൊട്ടി കഷ്ണം കൊണ്ട് മകൾ എത്തിച്ചു കൊടുത്തു. 3 ദിവസം കഴിഞ്ഞപ്പോ അപ്പോൾ പറഞ്ഞു, നിന്റെ ഉപ്പ 3 ദിവസത്തിൽ ആദ്യമായി കഴിക്കുന്ന ഭക്ഷണമാണിത്. അത് പാഠത്തിന് വേണ്ടി മകളോട് പറഞ്ഞതാണ്, അല്ലാതെ നീ എനിക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി തരണം എന്ന രൂപത്തിൽ പറഞ്ഞല്ല. നമുക്ക് ദുനിയാവ് വേണ്ട, നമ്മൾ ദുനിയാവിന്റെ ആളുകളാകരുത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി പുണ്യ റസൂൽ തന്റെ മകളെ പഠിപ്പിച്ചതാണ് മുഹമ്മദ് മുസ്തഫ. സമ്പത്തുണ്ടാകുന്നതിനേക്കാൾ നബിക്ക് ഏറെ താല്പര്യം ദാരിദ്ര്യമായിരുന്നു. കാനത്തിൽ ഫാഖതു അഹബ്ബ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഗിനാ. സമ്പത്തുണ്ടാകുന്നതിനേക്കാൾ നബിക്ക് താല്പര്യം ദാരിദ്ര്യമായിരുന്നു, ഇല്ലായ്മയാണ്. മുഹമ്മദ് മുസ്തഫ കാന യളല്ലു ജാഇഅൻ യൽതബി തൂല ലൈലതിഹി മിനൽ ജൂഇ. അങ്ങനെ ചുരുണ്ട് കൂണ്ടിക്കിടക്കും രാത്രി മുഴുവനും വിശപ്പിനാൽ. എന്നാൽ രാത്രി ഒന്നും കഴിക്കൂല, രാത്രി അത്താഴൊന്നും കഴിക്കൂല, ഒന്നും ഉണ്ടാവില്ല. അത് കരുതി പിറ്റേന്ന് നോമ്പോൽക്കാതിരിക്കോ? ഇല്ല, പിറ്റേന്ന് പകൽ നോമ്പോൽക്കും. രാത്രി അത്താഴല്ല, പിറ്റേന്ന് നോമ്പോൽക്കും. അദ്ദേഹത്തിനൊന്നും കിട്ടിയില്ല, പിറ്റേന്ന് നോമ്പാണ്. മനസ്സിലായോ പറഞ്ഞത്? തന്നെ റസൂലാണ് ജീവിതം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് കുന്തു അബ്കി ലഹു റഹ്മതൻ മിമ്മാ അറാ ബിഹി. ചിലപ്പോൾ നബിയുടെ വിശപ്പും ബുദ്ധിമുട്ടും കണ്ട് ഞാൻ കരയും. ആര് പറയാ? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ. മനസ്സിലായോ പറഞ്ഞത്? ആയിഷ ബിബി കരയും. ചിലപ്പോൾ പറയാ കുന്തു അബ്കി ലഹു റഹ്മതൻ. ഞാൻ ചിലപ്പോൾ നബിയോട് കാരുണ്യം കൊണ്ട് നബിയെ കാണുമ്പോൾ കരഞ്ഞു പോകും. മിമ്മാ അറാ ബിഹി. നബിയുടെ പ്രയാസം കണ്ട് ഞാൻ കരഞ്ഞു പോകും. ഹബീബായ നബിയുടെ വയറ്റിലുള്ള വിശപ്പറിയുമ്പോൾ ആ വയറ് ഞാൻ തടവി കൊടുക്കുകയും ചെയ്യും. ഞാൻ തടവി കൊടുക്കും എന്റെ അലാബത്നിഹി, അവിടുത്തെ വയറിന്റെ മേൽ. لو تبلغت من الدنيا بما يقوتك فيقول يا عائشة مالي وللدنيا.
ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾ ചിന്തിക്കണം. ഹബീബിന്റെ ജീവിതം എന്തിനാ ദുനിയാവ്? ഞാനത് ആഗ്രഹിച്ചതല്ല, എനിക്കത് ആവശ്യവുമില്ല, എനിക്കിതിലാണ് താല്പര്യമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്കുക, അങ്ങനത്തെ ഒരു പുണ്യ റസൂൽ, അങ്ങനെയുള്ള പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അങ്ങനെയുള്ള ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രാജാവിനെ പോലെ ജീവിച്ചിട്ടില്ല, രാജസ്ഥാനം താല്പര്യപ്പെട്ടിട്ടില്ല. ഒരിക്കൽ ഒരാൾ, അങ്ങനെയാണ് നബിയുടെ ജീവിതം. അപ്പോൾ ജനങ്ങളിൽ നിന്ന് വഞ്ചിക്കാൻ വേണ്ടി സ്വർഗം പറഞ്ഞ് പറ്റിക്കുകയില്ല. അങ്ങനത്തെ ഒരാളാണെന്ന് ഒരു നിഷേധി പോലും നബിയെ കുറിച്ച് പറയില്ല. ഈ കേരളത്തിലെ വിവരമില്ലാത്ത വിഡ്ഢികളായ യുക്തിവാദികളല്ലാതെ ഇങ്ങനെ ഒരു വാദം മുഹമ്മദിനെ കുറിച്ച് പറയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇങ്ങനെ ഒരു വാദം പറയില്ല. ചിന്തിക്ക്. ഒരിക്കൽ ഒരാൾ നബിയുടെ വാതിൽക്കൽ വന്ന അയാൾക്ക് സംസാരിക്കാൻ ഒരു പ്രയാസം. എന്തേ, അത്ര വലിയ ആളല്ലേ? അപ്പോൾ ചോദിച്ചു, തഖാഫുനി, നീ എന്നെ പേടിക്ക? എന്നെ പേടിക്കുന്നതിനാ? ഞാൻ ഉണക്കറൊട്ടി തിന്നിരുന്ന പെണ്ണിന്റെ മകനാണ്. എന്റെ ഉമ്മ ആമിന ബിന്തു വഹബാല. എപ്പോഴെങ്കിലും കിട്ടിയ ഉണക്കറൊട്ടി തിന്ന് ജീവിച്ച ആളാണ് എന്റെ ഉമ്മ. അമ്മാന്റെ മോനെ. അങ്ങനത്തെ എപ്പോഴും എന്റെ ജീവിതം. എന്നെ പേടിക്കണ്ട, ഞാൻ രാജാവല്ല, എന്നെ പേടിക്കണ്ട. മനസ്സിലായില്ലേ? ഉണക്കറൊട്ടി തിന്ന് ജീവിച്ച പെണ്ണിന്റെ മോനെ ഞാൻ രാജാവല്ല, എന്നെ പേടിക്കണ്ട. രാജസ്ഥാനം വെച്ച് നീട്ടിയിട്ടോ സ്വീകരിച്ചില്ല, പ്രഭുത്വം വെച്ച് നീട്ടിയിട്ടോ സ്വീകരിച്ചില്ല. കന്യകകളായ അറബ് തറവോട്ടുകാരുടെ കന്യകളായ പെൺകുട്ടികളെ വെച്ച് നീട്ടിയിട്ടോ സ്വീകരിച്ചില്ല. ഞാൻ ഈ സത്യസന്ദേശം നിങ്ങളെ ഏൽപ്പിക്കാൻ വന്നതാണ്. നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ഈ ലോകത്ത് നല്ലത്, പരലോകത്ത് സ്വർഗവും. ഇത് അല്ലാഹു എന്നെ അറിയിച്ച സത്യസന്ദേശമാണ്. അവനൊരു വേദഗ്രന്ഥവും എനിക്ക് നൽകിയിട്ടുണ്ട്. ആ വേദഗ്രന്ഥം കൃത്യമായി അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്വീകരിച്ചാൽ നിങ്ങൾക്ക് നല്ലത്, ഇല്ലെങ്കിൽ അല്ലാഹു വിധി പ്രസ്താവ ദിവസം വിധി പറയും. ചിന്തിക്ക്. അദീ ഇബ്നു ഹാത്തമിനെ കേട്ടിട്ടില്ലേ? അദീ ഇബ്നു ഹാത്തം ആരാ? ഹാത്തമത്തായിയുടെ മകൻ അദീ ഇബ്നു ഹാത്തം. ഒരിക്കൽ അദീ ഇബ്നു ഹാത്തം എന്ന് പറഞ്ഞാല് ഇസ്ലാമിനോട് വലിയ ശത്രുത വെച്ച ആളായിരുന്നു ഒരു കാലത്ത്. അങ്ങനെ അദീ ഇബ്നു ഹാത്തം പുണ്യ റസൂലിന്റെ അടുത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഷാമിൽ നിന്ന് അയാൾ മദീനയിലേക്ക് വരികയാണ്. ഹാത്തമുത്തായിയെ കേട്ടിട്ടില്ലേ? മനസ്സിലായില്ലേ? പറഞ്ഞു ഹാത്തമുത്തായിയെ ലോകം കണ്ട വലിയ പണക്കാരനും ധർമ്മിഷ്ഠനും ഒക്കെ ആയിരുന്നല്ലോ. ആര്? ഹാത്തമുത്തായി. അയാളുടെ മകനാണ് ആര്? അദീ ഇബ്നു ഹാത്തം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അയാൾ പുണ്യനബിയെ കാണാൻ വേണ്ടി മദീനയിലേക്ക് വരേണ്ടി വന്നു. അങ്ങനെ മദീനയിലേക്ക് വരിക. ആ സന്ദർഭം അയാൾ തന്നെ പറയാ, ഞാൻ മുഹമ്മദിനെ കാണാൻ പോവാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ മുഹമ്മദിന്റെ അടുത്ത് പോകും സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗ അതൈതു മുഹമ്മദൻ, ഞാൻ മുഹമ്മദിന്റെ അടുത്ത് ചെന്നാൽ ഫഇൻ കാന മലികൻ ഔ കാദിബൻ, മുഹമ്മദ് രാജാവാണെങ്കിൽ അല്ല ഒരു കള്ളം പറയുന്ന ആളാണെങ്കിൽ ലം യഖ്ഫ അലയ്യ, മുഹമ്മദ് രാജസ്ഥാനത്തെ കുതിച്ചു നടക്കുന്നവനോ കള്ളനോ ആണെങ്കിൽ അത് ഒളിച്ചു പിടിക്കാൻ മുഹമ്മദിന് കഴിയില്ല. എനിക്കത് മനസ്സിലാവും. മനസ്സിലായില്ലേ? മുഹമ്മദ് രാജാവാകാൻ നടക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ രാജസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ, അല്ല ഒരു കള്ളവാദിയാണെങ്കിൽ ലം യഖ്ഫ അലയ്യ, അത് മറച്ചു പിടിക്കാൻ കഴിയൂല, അത് വെളിപ്പെടും. എനിക്കത് മനസ്സിലാവും. സാദിഖൻ, സത്യസന്ധനാണെങ്കിൽ ഇത്തബഅതുഹു, ഞാൻ അയാളെ പിൻപറ്റും എന്നുറപ്പിച്ച് ഞാൻ ഷാമിൽ നിന്ന് മദീനയിലേക്ക് പോന്നു. ആര് പറയാ? അദീ ഇബ്നു ഹാത്തം പറയാ. ഫഖറജ്തു, അങ്ങനെ ഞാൻ ഷാമിൽ നിന്ന് പുറപ്പെട്ടു. ഹത്താ ഖദിംതു അലാ റസൂലില്ലാഹ്, അന്ന് മുസ്ലിം അല്ല, അന്ന് മുശ്രിക്കാണ്. ആര്? അദീ. അങ്ങനെ ഞാൻ മദീനയിൽ വന്നു. മദീനയിൽ വന്നു. ഫദഖൽതു ഫീ അലൈഹി വഹുവ ഫീ മസ്ജിദിഹി, അങ്ങനെ പള്ളിയിൽ ചെന്ന് പള്ളിയിൽ നബിയുണ്ട്. ഫസല്ലംതു അലൈഹി, ഞാൻ സലാം പറഞ്ഞു. ഫഖാല മനി റജുൽ, ആരാ ഇത്? മനസ്സിലായില്ല? രസകരമായ സംഭവമാണത്, ഭയങ്കര സംഭവമാണ്. റസൂലുള്ളാഹിനെ പഠിച്ചിട്ട് നമ്മൾ നോക്കിയിരിക്കാൻ പറ്റും, കരഞ്ഞു പോകും.
ഈമാനുള്ള മനുഷ്യൻ ഹബീബാ നബിയെ കേട്ട കരഞ്ഞു. മനസ്സിലായില്ലേ പറഞ്ഞത്? പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിന്തിക്കും. മനസ്സിലാവണില്ലേ? പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ കാണാൻ ഷാമിൽ ഞാൻ എങ്ങോട്ട് വന്നു? മദീനയിൽ വന്നു. നബി പള്ളിയിലാണ്. ഞാൻ സലാം പറഞ്ഞു. അങ്ങനെ തുടക്കത്തിലെ മര്യാദയൊക്കെ കഴിഞ്ഞു. ഫഖാലി അപ്പോൾ ചോദിച്ചു, മനി റജുൽ, ആരാണ് വന്നത്? ആരാണ്? ആദി ഇബ്നു ഹാത്തമാണ്. ഞാൻ ഹാത്തം തായിയുടെ മോനായ ആദി ഇബ്നു ഹാത്തമാണ്. ഹാത്തമിനെ അറിയാത്ത ആളില്ല. ഫഖാമ റസൂലുള്ളാഹ്, അപ്പോൾ നബി ആയിരിക്കുന്നിടത്ത് എണീറ്റു. അങ്ങനെ നമുക്ക് വീട്ടിൽ പോവാന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് വീട്ടിലേക്ക് പോയി. മനസ്സിലായില്ലേ? ഞാനിത് പരിശോധിക്കാൻ ചെന്നതാ. കള്ളനാണെങ്കിൽ തിരിച്ചറിയും, നല്ല ആളാണെങ്കിൽ ഞാൻ പിൻപറ്റും. കാരണം അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. ഇയാൾ രാജാവായി നടക്കുന്ന ആളാണോ, അതല്ല രാജസ്ഥാനം കൊതിക്കുന്ന ആളാണോ, അതല്ല കള്ളനാണോ എങ്കിൽ ഞാൻ ഇന്ന് തിരിച്ചറിയും. അങ്ങനെ ഞാൻ മദീനയിൽ പോയി പള്ളി കയറിച്ചെന്നു. സലാം പറഞ്ഞു, മര്യാദയൊക്കെ കഴിഞ്ഞു. അപ്പൊ ആരാന്ന് ചോദിച്ചു? ആദി ഇബ്നു ഹാത്തം പറഞ്ഞു, നമുക്ക് വീട്ടിൽ പോകാൻ പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് കൊണ്ടു. അങ്ങനെ അങ്ങനെ ഞാനും നബി വീട്ടിലേക്ക് ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ഒരു വൃദ്ധയായ, ഒരു ദുർബലനായ, ഒരു പാവമായ ഒരു സ്ത്രീ വഴിയിൽ വന്ന് നബിയെ വഴിയിൽ നിർത്തി. കുറച്ച് കാര്യം പറയാണ്ട്. ആ സ്ത്രീക്ക് വേണ്ടി നിന്ന് കൊടുത്തു. ഞങ്ങൾ നബിയുടെ വീട്ടിലേക്ക് നടക്കാം. അതിനിടയിൽ ഒരു ഇംറാത്തുൻ കബീറത്തുൻ ലഈഫ, ഒരു വൃദ്ധയായ ഒരു സ്ത്രീ, ലഈഫ ദുർബല, പാവം, ഒരു പാവം സ്ത്രീ, വളരെ വയസ്സായ സ്ത്രീ. ഫസ്തവഖഫത്, അവൾ ആ സ്ത്രീ നബിയെ തടഞ്ഞു നിർത്തി. കുറച്ച് കാര്യം പറയണ്ട്. ഒരുപാട് നേരം അവർക്ക് വേണ്ടി നിന്ന് കൊടുത്തു. രാജാവാണെങ്കിൽ ദർബാറിലേക്ക് വരുന്നല്ലേ പറയണ്ട്. മര്യാദ ഉണ്ടെങ്കിൽ, മര്യാദ അല്ലെങ്കിൽ രാജാവിന്റെ വഴി തടഞ്ഞ കൊന്നുകളയും. മനസ്സിലായോ? ആ വൃദ്ധയായ ദുർബല സ്ത്രീക്ക് വേണ്ടി ഒരുപാട് നേരം നിന്ന് അവർ പറഞ്ഞതെല്ലാം കേട്ട് അവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയാക്കി നിർദ്ദേശിച്ചു കൊടുത്തു. എല്ലാ കാര്യവും നബി ഇടപെട്ടു. ദീർഘമായി നിന്നു കൂടെ ഞാനും എന്ന് അവരെ കാര്യത്തിൽ സംസാരിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, രാജാവല്ല. രാജാവാണെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി? നാളെ രാവിലെ ദർബാറിൽ വരി. എനിക്ക് മനസ്സിലായി ഇയാൾ ആരല്ല, രാജാവല്ല, രാജാവല്ല. ഞാൻ അതേ നേരം ആ പെണ്ണ് സംസാരിക്കുന്നു. ഫിയാജത്തി, ആ പെണ്ണിന്റെ കാര്യത്തിൽ പെണ്ണ് അങ്ങനെ ദീർഘമായി സംസാരിച്ചു. അത് കേട്ട് നബി അങ്ങനെ നിന്നു. ഒക്കെ കഴിഞ്ഞു. ആ സ്ത്രീക്ക് പറയാനുള്ള ഒക്കെ പറഞ്ഞ എല്ലാം നബി കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ എന്നെയും കൊണ്ട് നബി വീണ്ടും മുന്നോട്ട് പോയി. നോക്ക്, അങ്ങനെ റസൂലുള്ളാഹിന്റെ വീട്ടിൽ കയറി. അങ്ങനത്തെ തലേണുണ്ട്. തലേണ എടുത്തുകൊണ്ട് വന്നു. ഞാൻ വീട്ടിൽ കയറിയ ഉടനെ തന്നെ നബി. എന്നിട്ടോ ഉണക്കപ്പുല്ലുള്ള ഒരു തലേണുണ്ട്. ആ തലേണ എടുത്തുകൊണ്ടുവന്നു. എന്നിട്ടോ ഫഅജലസനി അലൈഹ, അതിന്റെ മേലെ എന്നെ ഇരുത്തി. ഇരിക്കുക, എനിക്ക് വെച്ചെന്നു. ഇതിന്മേലിരിക്കാൻ എന്നോട് പറഞ്ഞു. ഞാനിരിക്കൂല. നിങ്ങൾ ഇരിക്കുന്ന നബി പറയാ, എന്ത്? എന്നെ നിർബന്ധിച്ച് അതിന്മേൽ ഇരുത്തി. നിങ്ങളിരിക്കി എന്നോട് പറഞ്ഞു. അങ്ങനെ നബിയുടെ നിർബന്ധം കാരണം ആ വീട്ടിൽ ആകെ ഒരു തലയണുണ്ട്. ആ തലയണ പുറത്ത് ഞാനിരുന്നു. തനി ഭൂമിയിൽ നബിയിൽ ഞാൻ ഉയർന്ന സ്ഥാനത്ത് ആ തലയണ കയറിയിരുന്നു. നബി തനി ഭൂമി, നബി തറയിലിരുന്നു.
മനുഷ്യനെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ആരെ വിശ്വസിക്കും? നിങ്ങളെ പറ്റിക്കുന്ന നേതാക്കന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ഭരണാധികാരികളെയൊക്കെ നിങ്ങൾ വിശ്വസിക്കും. എന്നിട്ട് ലോകത്ത് നന്മ പറഞ്ഞ ഈ മനുഷ്യൻ നിങ്ങളെ വിശ്വസിക്കും. നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? മനുഷ്യൻ തറയിലിരുന്നു ഈ മനുഷ്യൻ. ആരെ ഈ മനുഷ്യൻ? ഇല്ല, ലക്ഷക്കണക്കിന് അനുയായികൾ ആകെ തലേണ പോലെയുള്ളൂ. അതിന് കിട്ടണം, ഇരിക്കുന്നു, നിർബന്ധിച്ചു. ഇത് ചക്രവർത്തിയല്ല, ഇത് കള്ളവാദിയല്ല. എന്റെ ജീവിതത്തിൽ ഇതിന് വിരുദ്ധമായ ഒരു അനുഭവം ഈ മനുഷ്യനിൽ നിന്നുണ്ടായിട്ടുമില്ല. എന്റെ ജീവിതത്തിൽ ഇതിന് വിരുദ്ധമായ അനുഭവം മനുഷ്യനുണ്ടായിട്ടില്ല. ഞങ്ങളെ ഇരുത്തിയാൽ ഹബീബായ റസൂലുള്ളാഹിന്റെ ഇരുത്ത എങ്ങനെയെന്നറിയോ? ദാസന്മാരൊരു വീട്ടിലെ ദാസനെ എങ്ങനെയാ കഴിക്കുക? അങ്ങനെ കഴിക്കും എന്ന് പറഞ്ഞാൽ ഒരു ദാസന്റെ പ്ലേറ്റിൽ, ഒരു അടിമയുടെ പ്ലേറ്റിൽ എന്തുണ്ടാവുക? അതെ, ആ രൂപത്തിലാണ് ഭക്ഷണം കഴിക്കുക. അങ്ങനെ കഴിക്കുക. ഒരു അടിമ, ഒരു ധനാട്യന്റെ അടിമ, ആയിരക്കണക്കായ അടിമകളുള്ള ഒരു ധനാട്യന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഒരു അടിമ എങ്ങനെയാണോ ഇരിക്കുക അങ്ങനെ ഇരിക്കും. ഇതൊന്നുമില്ല, നബിയുടെ ഇരുത്തത്തിലില്ല. മുത്തു മുഹമ്മദ് മുസ്തഫ അടിമകൾ ഇരിക്കും പോലെ ഇരിക്കും. അങ്ങനെ ഇരിക്കും, അങ്ങനെ ഇരിക്കും മുത്തു മുഹമ്മദ് മുസ്തഫ എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആയിരിക്കുക. അടിമകൾ ഇരിക്കും പോലെ ഇരിക്കും. അറിയാത്ത ഒരാൾ നബിയുടെ സദസ്സിലേക്ക് കയറി വന്നാൽ നബി നടുവിലായിരിക്കും. നബി ആ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ആ സദസ്സിനോട് അയാൾ ചോദിക്കും, അയ്യുക്കും മുഹമ്മദ്, നിങ്ങളെ കൂട്ടത്തിന് ആരാ മുഹമ്മദ് എന്ന് ചോദിക്കേണ്ടി വരും. ഇന്നിപ്പോ സദസ്സിലേക്ക് കയറി എന്ന നേതാവാരാ നീക്കേണ്ടതുണ്ടോ? ഏറ്റവും വലിയ കസേരയിൽ പറയൂ, എന്താണ് നോക്കിയിരിക്കണം? ഏറ്റവും വലിയ കസേരയിൽ ആ നേതാവ് ഇരിക്കും. ഏറ്റവും വലിയ വസ്ത്രം നേതാവിനായിരിക്കും. ഏറ്റവും വലിയ ആളുകൾ മിന്നി കൊടുക്കുന്നത് നേതാവിനായിരിക്കും. സദസ്സിലേക്ക് കയറി വന്ന ആരാ ശേഖർ നീക്കേണ്ടതില്ലല്ലോ. ആ ജനങ്ങൾ മുഴുവൻ കാലും കൈയും തുടച്ച്, മനസ്സിലായില്ലേ? ആ ഇറങ്ങിയിട്ട് നിന്ന് കൊടുക്കും, ഷൂ ഇട്ട് കൊടുക്കണം. അങ്ങനത്തെ ആളെ ഞാൻ ഈ കൊല്ലം കണ്ടിട്ടുണ്ട്. അങ്ങനെ ആലോചിച്ചു, പഠിച്ചവന് നടക്കാനൊരു കുഴപ്പമില്ലാത്ത മനുഷ്യന് എന്തിനാ ഷൂ ഇട്ട് കൊടുക്കണം? ഇതേ മതത്തിന്റെ പേരിൽ ഇന്ന് ചെലവ് ചെയ്യുന്ന ആളുകളെ അവസ്ഥ പറയണത്. ഇതേ നബി കൊണ്ടുവന്ന മതത്തിന്റെ പേരിൽ ഇന്ന് ചെലവ് കഴിയുന്ന ചില ആളുകളെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നല്ല പോലെ ഞാൻ അയാൾക്ക് ഷൂ ഇട്ട് കൊടുക്കണപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ നടക്കാൻ കഴിയൂലായിരിക്കും. എന്നിട്ട് കാറിലേക്ക് ഓടുക. ഞാൻ ഈ കൊല്ലം കണ്ട അത്ഭുതം അതാ, എനിക്ക് മറക്കാൻ കഴിയില്ല. ഒരാളെ എവിടുന്നാ ഇവരിതൊക്കെ പഠിച്ചത്? എവിടുന്നാ ഇവരിതൊക്കെ പഠിച്ചത്? ഒരു മുസ്ലിയാര് ഒരു സദസ്സിന് ഇറങ്ങിയിട്ട് മരപ്പടിമ നിൽക്കുക, മരത്ത് നിൽക്കുക. അപ്പോൾ ഹാദിമീങ്ങൾ രണ്ടു ഭാഗത്തും വരിക. എന്നിട്ട് എന്ത് ചെയ്യുക? ഷൂ കാലും കയറ്റി കൊടുക്കുക. ഞാൻ ആദ്യം ഈ വിചാരിച്ചു ഇയാൾക്ക് എന്തോ നടക്കാൻ വെക്കൂല, പാവം മുഖല അങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരാൾ പുറംകുത്തി വളഞ്ഞ് രണ്ടാൾ പുറംകുത്തി വളഞ്ഞിട്ട് ഇയാൾക്ക് ഇങ്ങനെ ചേർപ്പിച്ചിരിക്കുമ്പോൾ ഇയാൾ ഇങ്ങനെ ബാലൻസിന് വേണ്ടി അവരെ പുറത്തിങ്ങനെ പിടിച്ചു നിൽക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇയാൾ വികല അങ്ങനെ ആയിരിക്കും. നടുവിലെ കാറ് കൊണ്ട് നിർത്തിയിട്ടുണ്ട്, വലിയ ഇന്നോവ, അതിലേക്ക് ഓടുകയും ചെയ്യും. ഈ മതത്തിന്റെ പേരിൽ ഇന്ന് ചെലവ് കഴിയുന്ന ആളുകൾ ഇവരാണ് യഥാർത്ഥത്തിൽ ഈ യുക്തിവാദികളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അവർക്കും ചിന്തിക്കാം, വെറും യുക്തിവാദികൾ മാത്രം ഒന്നും വിചാരിക്കണ്ട. ഈ ഇസ്ലാമിന്റെ പേരിൽ ഇന്ന് ചെലവ് കഴിയുന്ന വലിയ തലക്കനമുള്ള തലയെക്കെട്ടുകാരായ ഇന്നത്തെ ചില ആധുനിക മുഫ്തികളുടെ കഥയിൽ പറഞ്ഞത് ഇതൊക്കെ മനുഷ്യൻ നോക്കി നിൽക്കുമെന്ന് പോലും ഈ വിഡ്ഢികളായ തലയെക്കെട്ടുകാർ ആലോചിക്കുന്നില്ല. ഇതൊക്കെ നോക്കിക്കുന്ന മനുഷ്യന് ബുദ്ധിയുണ്ട്. ഇതിനെ ഷൂട്ട് കൊടുക്കേണ്ട ആവശ്യം ഒറ്റ കഴിയില്ല, വായിലുണ്ടല്ലോ. പിന്നെ ഇതൊക്കെ ചിന്തിക്കണം, ചിന്തിക്കടോ.
മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? ഒരു സദസ്സിലേക്ക്, ഹബീബായ നബിയുള്ള സദസ്സിലേക്ക് ഒരാൾ കയറി വന്നാൽ അയാൾക്ക് നബിയെ അറിയുകയും ഇല്ല എങ്കിൽ ആ സദസ്സിൽ കയറി വന്നാൽ ചോദിക്കും, നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് മുഹമ്മദ്? എന്തിന്? സിദ്ദീഖും നബിയും കൂടെ നേരെ ഹിജറ വരുമ്പോൾ മദീനക്കാർക്ക് മനസ്സിലായില്ല ആരാണ് നബി. ഒരടയാളം മനസ്സിലായോ? ഒരു ഭേദപ്പെട്ട വസ്ത്രമില്ല, ഒരു ഭേദപ്പെട്ട ചെരുപ്പില്ല. മനസ്സിലായോ? ഒരു ഭേദപ്പെട്ട ഒരു അടയാളമില്ല. പിന്നെ പെരുമാറ്റത്തിൽ നിന്നും രീതിയിൽ നിന്നും അവർക്ക് സിദ്ദീഖിന്റെ പെരുമാറ്റത്തും രീതിയും അവർക്ക് മനസ്സിലായി ഇതാണ് നബി. ഇല്ലെങ്കിൽ അടയാളമൊന്നുമില്ല. നിങ്ങളെന്ന് വിചാരിച്ചാലും വേണ്ടില്ല, ഇവരെയൊന്നും താങ്ങണ പണി നമുക്കില്ല. ചില മനുഷ്യന്മാർക്ക് സഖറത്തിന് അലാവജിഹിൽ ഈ ജലമുഖത്ത് വെച്ച പാറക്കല്ല് പോലെയാവും ചില ആളുകളെന്ന് മുത്തനബി പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ ഇവിടെ നിരീശ്വരവാദികളെ സൃഷ്ടിച്ചതിൽ ചില പണ്ഡിതന്മാർക്ക് പങ്കുണ്ട്. ഇവിടെ നിരീശ്വരവാദികളെയും യുക്തിവാദികളെയും ബിദ്അത്തുകാരെയും സൃഷ്ടിച്ചതിൽ ചില പണ്ഡിതന്മാർക്ക്, ചില പണ്ഡിത വേഷധാരികൾക്ക് പങ്കുണ്ട്. പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇതൊന്നും മുത്തുനബിയുടെ രീതിയല്ല. ജനങ്ങളിൽ നിന്ന് ഖിദ്മത്തും വാങ്ങി നല്ല യൗവനമുണ്ടെങ്കിലും ഈ ജാതി കളി കളിക്കുക, എന്നിട്ട് സാധാരണക്കാരായ ജനങ്ങള് ഇതൊക്കെ ധരിച്ചിട്ട് അവസാനം നിരീശ്വരവാദത്തിലേക്ക് പോവുക. ചിലരോ മുബത്തദിയാവുക. മനസ്സിലായില്ലേ പറഞ്ഞത്? ഒരു സദസ്സിലേക്ക് പുണ്യ റസൂൽ ഇരിക്കുന്ന സദസ്സിൽ വന്നാൽ ഒരു അടിമ എങ്ങനെയാണോ ഇരിക്കുക അങ്ങനെയാണ് പുണ്യനബി ഇരിക്കുക. അത്തറയിൽ അങ്ങനെ ഇരിക്കും. അത്തറയിൽ അവരെ കൂട്ടത്തിൽ നബി ഉണ്ടാവും. എല്ലാവരും ഇരിക്കുമ്പോൾ നബി അവിടെ ഇരിക്കും. മനസ്സിലായില്ലേ? കേറി വന്ന ആൾക്ക് ഡൗട്ടാവും ആരാ നബി. അവരോട് ചോദിക്കും, അയ്യുക്കും മുഹമ്മദ്, നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് മുഹമ്മദ് എന്ന് അയാൾക്ക് ചോദിക്കേണ്ടി വരും. യുക്തിവാദികൾ വെറുതെ ഉണ്ടാക്കിയതല്ല, അവരളവിൽ യുക്തിവാദികളെ ഉണ്ടാക്കിയ സ്വകാര്യ താല്പര്യത്തിന് വേണ്ടി മതത്തെ ഉപയോഗപ്പെടുത്തിയത് നബിയല്ല, പിന്നീട് വന്ന നമ്മളെപ്പോലത്തെ ആളുകളാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവരും പയച്ചു, അവരെ കണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരും പയച്ചു. ഒന്നും വിചാരിക്കരുത്, വിചാരിച്ചാൽ വലിയ കുഴപ്പമൊന്നും.